ഹലോ, നമ്മളിനി നോക്കാൻ പോകുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് ഡിപ്രിസിയേഷൻ. പലരും പലയിടത്തും പല വിധത്തിലും പല അർത്ഥങ്ങളിലും ഉപയോഗിച്ചിട്ടുള്ളൊരു വാക്കാണ് ഡിപ്രിസിയേഷൻ എന്നുള്ളത്. നമുക്ക് നോക്കാം. നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ അകത്ത് ബേസിക്കലി ഏറ്റവും അടിസ്ഥാനപരമായി പറഞ്ഞാൽ എന്താണ് ഡിപ്രിസിയേഷൻ, എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ പ്രതീക്ഷിക്കാം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി പോവാണ്. ഡിപ്രിസിയേഷനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് റിഡക്ഷൻ ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്സ്. അസറ്റ്സിൻ്റെ വാല്യൂവിൽ ഡ്യൂ ടു ടിയർ ആൻഡ് വിയർ കാരണം അസറ്റ്സിൻ്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന കുറവിനെയാണ്, ഇടിവിനാണ് എന്താണ് നമ്മൾ വിളിക്കുന്നത്, ഡിപ്രിസിയേഷൻ എന്ന് വിളിക്കുന്നത്. ഇതൊരു 11ാം ക്ലാസ്സുകാരനോ 12ാം ക്ലാസ്സുകാരനോ മനസ്സിലാക്കുന്ന അർത്ഥമാണ്. അതിനുപരി ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നതിന് ഒരുപാട് ഡെപ്ത് ഉണ്ട്. അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഡിപ്രിസിയേഷൻ എന്നുള്ളത്. ഡിപ്രിസിയേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. നിങ്ങളുടെ കയ്യിരിക്കുന്ന ഒരു ഫോണിൻ്റെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കിയടാ. നിങ്ങൾ വാങ്ങിച്ചത് 2020 വിചാരിക്കുക. ഓക്കെ, ഈ ഫോണിന് നിങ്ങൾ വാങ്ങുമ്പോൾ അന്നത്തെ വില ഒരു 25,000 രൂപ. 2020 നിങ്ങൾ ഈ ഫോൺ വാങ്ങുമ്പോൾ ഈ ഫോണിൻ്റെ വില 25,000 രൂപയാണ്. ഓക്കെ, നിങ്ങൾ ഈ ഫോൺ നിങ്ങൾ അധികം കാലം ഉപയോഗിക്കത്തില്ല ഫോൺ. ഒട്ടുമിക്ക ആൾക്കാരും വർഷാവർഷം മാറ്റുന്നവരാണ്. ഞാൻ അത്രയും കടുത്ത കയ്യിലേക്ക് പോകുന്നില്ല. ഒരു 5 വർഷം കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ഫോൺ മാറ്റാൻ ആഗ്രഹിക്കുന്നു. 25,000 കൊടുത്ത് 2020 നിങ്ങൾ ഫോൺ വാങ്ങിച്ചിട്ട് 5 വർഷം കഴിഞ്ഞ് പുതിയ ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ എപ്പോഴാണ് പുതിയ ഫോൺ വാങ്ങാൻ പോകുന്നത്? 2025. ശ്രദ്ധിക്കുക, ഡിപ്രിസിയേഷൻ്റെ അകത്ത് ഈ വർഷങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 2020 നിങ്ങൾ 25,000 ഫോൺ വാങ്ങി, 2025 നിങ്ങൾക്ക് പുതിയ ഫോൺ വാങ്ങണം. ഞാൻ അതിനെ മറ്റൊരു അർത്ഥത്തിൽ പറയുന്നു, മറ്റൊരു രീതിയിൽ പറയാമാണ് ഇപ്പോൾ പറഞ്ഞ കാര്യത്തിനെ. അതായത് 2020 ഞാനൊരു ഫോൺ വാങ്ങിച്ചു. ഓക്കെ, ആ ഫോണിന് 2021 ആയപ്പോൾ 2020 എത്ര രൂപയായിരുന്നു? 25,000 ആയിരുന്നു ആ ഫോണിൻ്റെ വില. ഞാനൊരു 5,000 രൂപയ്ക്ക് ആ ഫോൺ ഞാൻ ഉപയോഗിച്ചു. 2021 ആയപ്പോൾ ഇനി എനിക്ക് എത്ര രൂപയ്ക്ക് ആ ഫോൺ ഉപയോഗിക്കാം? 20,000 രൂപയ്ക്ക് ആ ഫോൺ ഉപയോഗിക്കാം. 2022 ആയപ്പോൾ വീണ്ടും ഞാനൊരു 5,000 രൂപയ്ക്ക് ആ ഫോൺ ഉപയോഗിച്ചു. ഇനി എനിക്ക് ആ ഫോൺ 15,000 രൂപയ്ക്ക് ഉപയോഗിക്കാൻ പറ്റൂ അല്ലേ? ഇനി 2023 വർഷം കടന്നുപോയി, 2023 ഞാൻ ഈ ഫോൺ പിന്നെ ഒരു 5,000 രൂപയ്ക്ക് ഉപയോഗിച്ചു. ഇനി എനിക്കതൊരു 10,000 രൂപയ്ക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇനി വർഷം എത്രയായി? 2024 2024 ആയപ്പോൾ പിന്നെയും ഞാൻ 5,000 രൂപയ്ക്ക് ആ ഫോൺ ഉപയോഗിച്ചു. 5,000 രൂപയുടെ മൂല്യത്തിന് ആ ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞു. ഇനി ആ ഫോണിന് എത്രയേ വിലയുള്ളൂ? 5,000 രൂപയെ വിലയുള്ളൂ. ഇതേ രീതിക്കാണ് ഞാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ, ഇതേ രീതിക്കാണ് ഞാൻ വീണ്ടും എൻ്റെ ഫോൺ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ 2025 ആയപ്പോൾ പിന്നെ ഞാൻ 5,000 രൂപയ്ക്ക് ഉപയോഗിച്ചു. എൻ്റെ ഫോണിൻ്റെ ഇപ്പോഴത്തെ വില എത്ര? 0. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് 2025 ആകുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണം? പുതിയ ഫോൺ വാങ്ങണം. ഈക്വലായിട്ട് ഞാൻ എല്ലാ വർഷവും എൻ്റെ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. അതിന് എന്ത് സംഭവിക്കാം? കേടുപാടുകൾ സംഭവിക്കാം. എനിക്ക് പുതിയ ഫോൺ വാങ്ങണം എന്നുള്ളതൊരാവശ്യമായി വരാം. അതുകൊണ്ടാണ് അതിൻ്റെ വില വർഷം കഴിയും തോറും എൻ്റെ കയ്യിലിരിക്കുന്ന അസറ്റ് അതെന്തോ ആയിക്കോട്ടെ, അതിൻ്റെ വില ഇങ്ങനെ താഴോട്ട് പോകുമെന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ നോക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് നിങ്ങൾ പാലിക്കും. ഇത് ഈ വില ഇടിയുന്നു എന്നൊക്കെ ഉള്ള നമ്മൾ അറിഞ്ഞിട്ട് എന്തിനാണ് നിങ്ങൾ ആലോചിക്കും. ഇപ്പോൾ എൻ്റെ മനസ്സിലൊരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നല്ലേ, 5 വർഷം കഴിഞ്ഞാൽ കൂടിപ്പോൾ എൻ്റെ ഈ ഫോൺ ഉപയോഗിക്കൂ, 5 വർഷം കഴിഞ്ഞ് ഞാൻ ഈ ഫോൺ മാറ്റി വാങ്ങണം. അതിനർത്ഥം ഓക്കേടാ, എൻ്റെ കയ്യിലിരിക്കുന്ന ഫോണിൻ്റെ വില എത്രയായിരുന്നു? 25,000. ഈ 25,000 ഫോൺ 5 വർഷം കൊണ്ട് ഞാൻ ഉപയോഗിച്ച് തീർക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ ഫോൺ ഞാൻ ഒരു വർഷം എത്ര രൂപയ്ക്ക് ഉപയോഗിക്കുമെന്നാണ്? 5,000 രൂപയ്ക്ക് ഉപയോഗിക്കും. ഇത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത്? ഓരോ വർഷവും ഇങ്ങനെ കുറച്ച് നേരത്തെ പോയത്. നമ്മുടെ പ്രശ്നം അതല്ല. 5,000 രൂപയ്ക്ക് ഞാൻ ഉപയോഗിക്കുമെന്ന് പറഞ്ഞപ്പോൾ 5 വർഷം കൊണ്ട് എൻ്റെ ഈ അസറ്റിൻ്റെ വാല്യൂ 0 ആയി തീരുമെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി? 5 വർഷം കഴിയുമ്പോൾ ഞാൻ ഈ അസറ്റിനെ റീപ്ലേസ് ചെയ്യണം. എനിക്ക് അവിടെ പുതിയ ഫോൺ മേടിക്കണം. എനിക്ക് എന്ത് ചെയ്യാം? എനിക്കിപ്പോൾ കൃത്യമായിട്ട് അറിയാം 5 വർഷം കഴിയുമ്പോൾ മാറുമെന്ന് എനിക്ക് ഇന്ന് തന്നെ അറിയാം. 2020 നിന്ന് നോക്കുമ്പോൾ തന്നെ എനിക്കറിയാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? വളരെ ബുദ്ധിപരമായിട്ട് ഞാൻ എന്ത് ചെയ്ത് തുടങ്ങണം? പൈസ സൂക്ഷിച്ച് തുടങ്ങണം. ഈ പറഞ്ഞ 5,000 ഉണ്ടല്ലോ, ഒന്നും കൂടെ നേരത്തെ കണക്കൊന്ന് കാണാം. അത് നോക്കിയടാ, 25,000 ഫോൺ വാങ്ങിച്ചു. ഓക്കെ, ഞാനതിൽ 5,000 രൂപയ്ക്ക് എന്ത് ചെയ്തു? ഉപയോഗിച്ച് തീർന്നു. അപ്പോൾ ഞാനൊരു 5,000 അവിടെ സേവ് ചെയ്തു.
അടുത്ത വർഷം പിന്നെ 5000-ന് ഉപയോഗിച്ചു, ഞാൻ പിന്നെ ഒരു 5000 മാറ്റി വച്ചു, പിന്നെയും 3-ാമത്തെ വർഷം മാറ്റി വെച്ചു, 4-ാമത്തെ വർഷം മാറ്റി വെച്ചു, 5-ാമത്തെ വർഷം ഞാൻ അതേപോലെ പിന്നെ 5000 മാറ്റി വെച്ചു. ഇങ്ങനെ 5 വർഷങ്ങളിൽ 5000 മാറ്റി വെച്ചാൽ 5000 × 5 പിന്നെയും എൻ്റെ കയ്യിൽ ഒരു 25000 വന്നില്ലേ? ഈ 25000 എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത ഫോൺ വാങ്ങാൻ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഫോണിൻ്റെ വില കൂടിയിട്ടുണ്ടാവും. അതൊന്നുമല്ല, നമുക്ക് ആ അസറ്റിൻ്റെ ആ ഒരു മൂല്യത്തിലേക്ക് എനിക്ക് തിരിച്ച് കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞല്ലോ. എന്ത് ചെയ്തപ്പോൾ? എല്ലാ വർഷവും ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത ആ വിലയിലെ ഇടിവ് അത് ഞാനൊരു തുകയായി മാറ്റി വച്ചപ്പോൾ. ഇത് തന്നെയാണ് ബിസിനസ്സുകളും ചെയ്യുന്നത്. ബിസിനസ് എന്ത് ചെയ്യും? ഒരു അസറ്റ് വാങ്ങും. ഇനി നമുക്ക് റിയൽ ലൈഫ് ബിസിനസ്സിൻ്റെ സിറ്റുവേഷനിലേക്ക് പോകാം. ബിസിനസ് എന്ത് ചെയ്തു? ഒരു അസറ്റ് വാങ്ങി. എന്നിട്ട് ഈ അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫ്, എത്ര കാലം ഈ അസറ്റ് ഉപയോഗിക്കാൻ കഴിയുമെന്ന് കണ്ടെത്തും. എന്നിട്ട് അസറ്റിൻ്റെ വാല്യൂവിനെ എന്ത് ചെയ്യുന്നു? ഈ യൂസ്ഫുൾ ലൈഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എന്താണ് ഒരു വർഷം ഇതിൻ്റെ വിലയിലുണ്ടാകുന്ന ഇടിവെന്ന് കിട്ടും. അതിനെയാണ് മറ്റൊരർത്ഥത്തിൽ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡിപ്രിസിയേഷൻ എന്ന് വിളിക്കുന്നത്. ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? ബിസിനസ്സിൻ്റെ ഒരു എക്സ്പെൻസാണ്. എന്തുകൊണ്ട് എക്സ്പെൻസായിട്ട് നമ്മൾ എടുക്കുന്നു? ഈ എക്സ്പെൻസിനെ നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് മാറ്റി എല്ലാ വർഷവും നീക്കി വയ്ക്കാൻ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫ് കഴിയുമ്പോൾ, ഉപയോഗശൂന്യമായി എൻ്റെ അസറ്റ് മാറുമ്പോൾ എൻ്റെ കയ്യിൽ എന്ത് കാണും? അതേ വിലയുള്ളൊരു അസറ്റ് വാങ്ങാനുള്ള പണം എൻ്റെ കയ്യിൽ കാണും. ഇതാണ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൻ്റെ പിന്നിലെ ഒരു കഥ. ഇതിലും വലിയൊരു കഥയുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, നിങ്ങളൊന്നും താങ്ങാറായിട്ടില്ല. ബേസിക് ഐഡിയ കിട്ടിയല്ലോ എന്താണ് ഡിപ്രിസിയേഷൻ, എന്തിനാണ് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള. ഇനി നമുക്ക് അതിൻ്റെ ഒറിജിനൽ കാൽക്കുലേഷൻസിലേക്ക് പോകാം. നമ്മുടെ തിയറിറ്റിക്കലി അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പ്രാക്ടിക്കൽ വേഴ്സിൽ പഠിക്കുന്നൊരു കാൽക്കുലേഷനിലേക്ക് പോകാം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന അതിൻ്റെ വിലയിലുണ്ടാകുന്ന ഇടിവിനെ. ഇതിനെ പല വിധത്തിൽ ചെയ്യാം. ഓക്കെ, ഒരുപാട് മെത്തേഡുകളുണ്ട് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ. കാരണം നമ്മുടെ ആരാണോ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അവരുടെ എയിം അനുസരിച്ച് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡുകൾ മാറിക്കൊണ്ടേയിരിക്കും. ബട്ട് ലീഗലി നോക്കുമ്പോൾ, ഇൻകം ടാക്സിൻ്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ 2 മെത്തേഡുകൾ മാത്രമാണ് അപ്രൂവ്ഡ് ആയിട്ടുള്ളത്. 2 മെത്തേഡിൽ ഡിപ്രിസിയേഷൻ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഇൻകം ടാക്സ് ആക്ട് ഓഫ് ഇന്ത്യ അംഗീകരിക്കുന്നുള്ളൂ. അതിലൊന്നാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്ന് പറയും. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം നോക്കാം. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ, അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ബിസിനസ്സിന് വേണ്ടി വാങ്ങുന്നത് ഒരു 1,00,000 രൂപയുടെ അസറ്റാണ് വിചാരിക്കുക. ഓക്കെ, നമ്മൾ പറഞ്ഞു ഓരോ വർഷം കഴിയുമ്പോഴാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഡിപ്രിസിയേഷൻ എന്ന് പറയുന്ന എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൻ്റെ അകത്ത് നമ്മൾ നോക്കും. ഓക്കെ, ഈ സാധനം 1,00,000 രൂപയുടെ സാധനം എൻ്റെ ബിസിനസ്സിൻ്റെ അകത്ത് ഞാനിപ്പോൾ പറയുന്നു ഒരു 10 വർഷം ഈ സാധനം എൻ്റെ ബിസിനസ്സിൽ കാണും എന്നാണെന്നുണ്ടെങ്കിൽ 10 വർഷം കൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം? ഇത് എഴുതിക്കളയണം, അല്ലെങ്കിൽ ഈ അസറ്റിൻ്റെ വാല്യൂ 0 കൊണ്ടെത്തിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഓരോ വർഷവും 1,00,000 ഡിവൈഡഡ് ബൈ 10 ഈക്വൽ ടു 10,000 രൂപ ഓരോ വർഷം എഴുതി കളഞ്ഞാലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? 10 വർഷം കഴിയുമ്പോൾ ഈ അസറ്റിൻ്റെ വില 0 മാറ്റാൻ കഴിയും, അല്ലെങ്കിൽ ഈ അസറ്റിന് വില ഇല്ലാതാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഈ 1,00,000-ൽ നിന്ന് ആദ്യത്തെ വർഷം, ഒരു വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ 10,000 ഡിക്രീസ് ചെയ്യുന്നു. പിന്നെ അടുത്ത ഒരു വർഷം പിന്നെ 10,000 ഡിക്രീസ് ചെയ്യുന്നു. പിന്നെ ഒരു വർഷം കഴിയുമ്പോൾ പിന്നെ ഒരു 10,000 ഡിക്രീസ് ചെയ്യുന്നു. അങ്ങനെ പോകുന്നു. ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. നോക്കിയാൽ ഒരൊറ്റ സ്ട്രെയിറ്റ് ലൈനിലല്ലേ കാര്യം വെക്കേണ്ടിയിരിക്കുന്നത്, അല്ലാതെ കൂടുതലും കുറവല്ലോ ഉണ്ടോ? എല്ലാ വർഷവും നമ്മൾ ഈ പറഞ്ഞ 10,000 തന്നെയാണ് കുറച്ചിട്ടിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു? അസറ്റിൻ്റെ വാല്യൂ നോക്കുന്നു, എത്ര വർഷം ഇത് നമ്മുടെ കയ്യിലുണ്ടാവും, യൂസ്ഫുൾ ലൈഫ് ഓഫ് ദി അസറ്റ് എത്രയാണ്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിനെ ഡിപ്രിസിയേഷനായിട്ട് കണ്ടുകൊണ്ട് എല്ലാ വർഷവും അതേ വില തന്നെ ഇങ്ങനെ കുറച്ചിട്ടിരിക്കുന്നു. ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, സിമ്പിളസ്റ്റ് മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഡിപ്രിസിയേഷൻ. എന്നാൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് അത്ര എളുപ്പമല്ല, ഇച്ചിരി കോംപ്ലിക്കേഷനുള്ള സാധനമാണ്. ഒന്ന് നോക്കിയിടാ. പിന്നെ ഇതേ എക്സാമ്പിൾ നമുക്ക് ഒന്നും കൂടെ ഇവിടെ എടുത്ത് എഴുതാണ്. ഞാൻ 1,00,000 രൂപയുടെ സാധനം വാങ്ങിച്ചു. ഞാനപ്പോൾ എന്ത് തീരുമാനിക്കുകയാണ്? റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ എൻ്റെ അസറ്റ്സിൻ്റെ വില ഞാൻ എഴുതി, ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ്, എൻ്റെ അസറ്റിന്മേൽ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ നമുക്ക് മനസ്സിലുണ്ടാവുന്നത് എന്താണ്? ഈ പറഞ്ഞ പോലെ 10 വർഷം കൊണ്ട് തീരുമെന്നല്ല, എത്ര പെർസെൻറ്റേജ് ആയിരിക്കണം ഞാൻ ഇതിൽ നിന്ന് എഴുതി കളയേണ്ടത്. ഫോർ എക്സാമ്പിൾ, എല്ലാ വർഷവും 10% ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം, 10% ഡിപ്രിസിയേഷനായിട്ട് കുറയ്ക്കാം എന്ന് എൻ്റെ മനസ്സിൽ ഞാൻ തീരുമാനിക്കുന്നു.
എന്നിട്ട് നമ്മൾ ചുമ്മാ മനസ്സിൽ തീരുമാനിക്കുന്നതല്ല, നമ്മൾ ഇൻകം ടാക്സിൻ്റെ പെർവ്യൂവിൽ വരുമ്പോൾ ഇൻകം ടാക്സ് പറയുന്ന സംഭവം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, അങ്ങനെ തീരുമാനിച്ച് കഴിഞ്ഞിട്ട് എല്ലാ വർഷവും 10% കുറയ്ക്കാൻ തുടങ്ങും. ആദ്യത്തെ വർഷം ഞാൻ എത്ര കുറയ്ക്കും? 10,000 കുറയ്ക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ വർഷവും ഞാൻ ഇനി 10,000 അല്ല കുറയ്ക്കാൻ പോകുന്നേ. ശ്രദ്ധിച്ചേ, 1,00,000 രൂപയുടെ അസറ്റ്, അതിന് ഞാൻ 10% ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? 10,000 കുറച്ചു. എന്നാൽ ഇതിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ എത്രയാണ്? അതായത് ഒരു വർഷം കംപ്ലീറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ ഈ 10,000 കുറച്ചത്. ഒരു വർഷം കഴിഞ്ഞു, 10,000 കുറച്ചു. ഇനി അതിൽ ബാക്കി എത്രയുണ്ട്? 90,000 ഉണ്ട് അല്ലേ? ഈ 90,000-ൻ്റെ 10% ഞാൻ പിന്നെയും കണ്ടെത്തും. എന്തിനാണ്? ഇതിപ്പോൾ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്തപ്പോൾ കഥയല്ലേ പറയുന്നത്. ഇനി അടുത്ത ഒരു വർഷം കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് നമ്മുടെ ബിസിനസ്സിൽ ഈ അസറ്റ് 2 വർഷം പൂർത്തിയാക്കുമ്പോൾ വീണ്ടും ഞാൻ 10% കുറയ്ക്കും. ഏതിൻ്റെ 10%? ഈ റിട്ടേൺ ഡൗൺ വാല്യൂ ആയ, ഞാൻ താഴേക്ക് എഴുതി കൊണ്ടുവന്ന വാല്യൂ ആയ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഡിപ്രിസിയേഷൻ കുറച്ചതിന് ശേഷം എനിക്ക് കിട്ടുന്ന വാല്യൂ ആയ 90,000-ൻ്റെ 10%, അതായത് എത്ര കുറയ്ക്കണം? 9,000 ഞാനിവിടെ കുറയ്ക്കും. ഈ 9,000 കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടും? ബാക്കി എത്ര കിട്ടും? 81,000. ഇനി അടുത്ത വർഷം ഞാൻ വീണ്ടും 10% കുറയ്ക്കും. ഏതിൻ്റെ 10% ആയിരിക്കും? 81,000-ൻ്റെ 10% ആയിരിക്കും. ഇതാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലായല്ലോ? സ്ട്രേറ്റ് ലൈനിൽ നമ്മളൊരു പെർസെൻറ്റേജ് ഓഫ് അല്ലെങ്കിൽ ഒരു എമൗണ്ട് ഡിപ്രിസിയേഷനായിട്ട് കണ്ടെത്തി അത് എല്ലാ വർഷവും കുറയ്ക്കും. റിട്ടേൺ ഡൗൺ വാല്യൂവിൽ നമ്മൾ ഈ ഡിപ്രിസിയേഷൻ കുറച്ചതിന് ശേഷം എന്ത് വാല്യൂ കിട്ടുന്നോ അതിനെ ആയിരിക്കും പിന്നീട് അങ്ങനെ കുറച്ച് പോകുന്നത്. അതിൽ ഇപ്പോൾ ഇത് രണ്ടും തമ്മിലൊരു മെയിൻ വ്യത്യാസം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ പറഞ്ഞ സ്ട്രേറ്റ് ലൈൻ മെത്തേഡിൽ നമുക്ക് യൂസ്ഫുൾ ലൈഫ് കഴിയുമ്പോൾ നമ്മൾ മനസ്സിൽ കാണുന്നത് 10 വർഷം കൊണ്ട് ഈ അസറ്റ് റീപ്ലേസ് ചെയ്യണമെന്നാണെന്നുണ്ടെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ ഈ അസറ്റിന് നമ്മുടെ ബുക്കിൽ എന്തായിരിക്കും വില? 0 ആയിരിക്കും. നമ്മൾ 10 വർഷം കൊണ്ട് എന്തെങ്കിലും എഴുതി തളയാണ്. പക്ഷേ റിട്ടേൺ ഡൗൺ വാല്യൂയുടെ കഥ അങ്ങനെയല്ല. റിട്ടേൺ ഡൗൺ വാല്യൂവിൽ എന്താ സംഭവിക്കുന്നത്? ഓരോ വർഷവും എത്ര ബാക്കിയുണ്ടോ അതിൻ്റെ 10% അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് വെച്ച് ചെയ്യുകയാണെങ്കിൽ അസറ്റിൻ്റെ വില 0 ആവത്തില്ല. എന്തെങ്കിലും അവിടെ ബാക്കി കാണും, ഉറപ്പായിട്ടും ബാക്കി കാണും. ഓക്കെ, ഇതാണ് മേജർ ഡിഫറൻസ്. സ്ട്രേറ്റ് ലൈൻ മെത്തേഡും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡും തമ്മിലുള്ള മേജർ ഡിഫറൻസ്. ഇതാണ് നമ്മൾ ചെയ്യുന്ന 2 മേജർ മെത്തേഡുകൾ. ഈ 2 മെത്തേഡുകൾ ഒരു ചെറിയൊരു കണക്ക്, ചെറുതല്ല, അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആണ്, എന്നാലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന 2 കണക്ക് നോക്കി നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കാണുന്നത് സ്ട്രേറ്റ് ലൈൻ മെത്തേഡിൽ ചെയ്യേണ്ട ഡിപ്രിസിയേഷൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. ഇച്ചിരി കോംപ്ലിക്കേഷൻ ഉള്ളതാണ്. ഓക്കെ, വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, ബട്ട് ചെറിയൊരു കോംപ്ലിക്കേഷനുള്ള കണക്കാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും വരുന്നത്. എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി പർച്ചേസ്ഡ് എ മെഷീനറി ഓൺ 1st July 2019. ശ്രദ്ധിക്കുക, ഡേറ്റിന് എന്തുണ്ട്? വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ 2019 July 1 അറ്റ് എ കോസ്റ്റ് ഓഫ് ₹14 ലക്ഷം വിലയുള്ള സാധനം 1 ലക്ഷം രൂപ ഇൻസ്റ്റാളേഷന് സ്പെൻഡ് ചെയ്തുകൊണ്ട് എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി വാങ്ങുന്നു. അപ്പോൾ അസറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 14 + 1 15 ലക്ഷമാണ്. കാര്യം ഹിസ്റ്ററിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു അസറ്റ് നമ്മൾ വാങ്ങുമ്പോൾ ആ അസറ്റിൻ്റെ അക്വിസിഷൻ കോസ്റ്റ്, അതായത് അതിനെ വാങ്ങാൻ വേണ്ടി അതിൻ്റെ കൂടെ എന്തൊക്കെ ചിലവുണ്ടായിട്ടുണ്ട് അതെല്ലാം കൂട്ടിയിട്ട് അതിൻ്റെ വില നോക്കാവൂ. അതുകൊണ്ട് അത് എന്ത് തന്നെയാണ്? നമ്മുടെ അസറ്റിൻ്റെ വാല്യൂ തന്നെയാണ്. ഓക്കെ, എന്നിട്ട് പറയുന്നത് ഫേം റൈറ്റ്സ് ഓഫ് ഡിപ്രിസിയേഷൻ 10% പെർ ആനം അറ്റ് ദി ഒറിജിനൽ കോസ്റ്റ് എവരി ഇയർ. അതിൻ്റെ ഒറിജിനൽ കോസ്റ്റിൻ്റെ 10% അവരെല്ലാ വർഷവും എഴുതി കളയുന്നത് ഡിപ്രിസിയേഷനായിട്ട്. അതിനർത്ഥം എന്താ? ഇത് സ്ട്രേറ്റ് ലൈൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. കണ്ടില്ലേ, ക്വസ്റ്റ്യൻ്റെ അകത്ത് അങ്ങനെ പറഞ്ഞിട്ട് പോലുമില്ല, നമ്മൾ വേണം വായിച്ച് മനസ്സിലാക്കാൻ. The books are closed on 31st March every year. You are required to show the machinery account and depreciation account. ഒന്ന് വരച്ച് കാണിക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ സൊല്യൂഷനോട് കൂടി തന്നെ കാണിക്കണം, അല്ലെങ്കിൽ എക്സലായിരുന്നു ഞാൻ പൊതുവെ ചെയ്യാറ്, നിങ്ങൾക്കറിയാമല്ലോ. നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും അതിൻ്റെ ഇത് വരുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്ന മെഷീനറി അക്കൗണ്ട് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഈ കാണുന്നതാണ് അതിൻ്റെ മെഷീനറി അക്കൗണ്ട്. അതായത് നോക്കിയടാ, 2019 July 1
നമ്മൾ 14 ലക്ഷം രൂപയുടെ അസറ്റ് വാങ്ങിച്ചു. എന്തായിരിക്കും ജേണൽ എൻട്രി? മെഷീൻ എന്ന് പറയുന്ന ഒരു അസറ്റ് വാങ്ങുമ്പോൾ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. മെഷീനറി അക്കൗണ്ട് ഡെബിറ്റഡ് ടു വാട്ട്? പൈസ കൊടുത്തല്ലേ നമ്മൾ മെഷീൻ വാങ്ങുന്നത്, ക്യാഷ്. അല്ലെങ്കിൽ ബാങ്കിനെ നമ്മൾ അവിടെ ക്രെഡിറ്റ് ചെയ്യും. കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന ക്യാഷ് അല്ലെങ്കിൽ ബാങ്കിൽ കിടക്കുന്ന പൈസ പോകുന്നു. ഇതാണ് ആ പിന്നിലുള്ള കോൺസെപ്റ്റ്. അപ്പം നമ്മുടെ ജേണൽ എൻട്രി എന്താണ്? മെഷീനറി അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക്. കണ്ടില്ലേ, അക്കൗണ്ടിൽ 14 ലക്ഷം രൂപയുടെ മെഷീനറി വാങ്ങി, 1 ലക്ഷം രൂപ നമ്മൾ എന്ത് ചെയ്തു? ഇൻസ്റ്റാളേഷന് സ്പെൻഡ് ചെയ്തു. അതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെ വരും? വീണ്ടും മെഷീനറി അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക് തന്നെയാണ്. കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ അനുസരിച്ച് ഒരു അസറ്റ് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന എല്ലാ ചിലവും അസറ്റിൻ്റെ വാല്യൂവിന് അഡീഷനായി തന്നെ പോകണം. അതായത് 15 ലക്ഷം രൂപയുടെ അസറ്റ് വാങ്ങി എന്നതിന് തുല്യം, മെഷീനറി വാങ്ങി എന്നതിന് തുല്യമായി മാറുന്നു. അങ്ങനെ കാര്യം കടന്നുപോയി 1 വർഷം കഴിഞ്ഞ് വർഷാവസാനമാവുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ എന്ത് ചെയ്യണം? ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. നോക്കിയടാ, നമ്മൾ വാങ്ങിച്ചപ്പോൾ പറഞ്ഞു നമ്മൾ 14 + 1 15 ലക്ഷം രൂപയുടെ സാധനമാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ 10% നമ്മൾ എന്ത് ചെയ്യാണ്? എല്ലാ വർഷവും റൈറ്റ് ഓഫ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരു 15 വർഷമൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു അസറ്റ് അങ്ങ് ഇല്ലാണ്ടാവും, 0 ഈ അസറ്റിൻ്റെ വില. അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്? സ്ട്രേറ്റ് ലൈൻ മെത്തേഡാണെന്ന് പറഞ്ഞത് അല്ലേ? അപ്പോൾ 15 ലക്ഷം രൂപയുടെ 10% 1.5 ലക്ഷം രൂപയല്ലേ? പക്ഷേ ഇവിടെ നോക്കിയേ, 1,12,500 രൂപയാണ് ഇവർ ഡിപ്രിസിയേഷൻ ആയിട്ട് എടുത്തിരിക്കുന്നത്. എന്തുകൊണ്ട്? അതാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത്. എന്ത് ശ്രദ്ധിക്കണം? ഡേറ്റ് ശ്രദ്ധിക്കണം. 1 ജൂലൈ 2019, അതായത് 1/7/19 ഈ അസറ്റ് വാങ്ങുന്നത് അല്ലേ? നമ്മൾ ബുക്ക് ക്ലോസ് ചെയ്തെന്ന 31 മാർച്ച് 2020 അല്ലേ? കാര്യം ഇത് കഴിഞ്ഞ പിന്നെ തൊട്ടടുത്ത് വരുന്ന മാർച്ച് 2020 ഉള്ളൂ. ആ ഒരു അക്കൗണ്ടിങ്ങിൻ്റെ പീരീഡ് അങ്ങനെയല്ലേ പോകത്തുള്ളൂ. നോക്കിയിടാ, എത്ര മാസം ഗ്യാപ്പ് ഉണ്ട് ഇതിൻ്റെ ഇടയിൽ? 7 എന്ന് പറയുന്ന ഒരു മാസം ഫുള്ള് ഈ അസറ്റ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. 8-ാം മാസം ഉണ്ടായിരുന്നു, 9-ാം മാസം ഉണ്ടായിരുന്നു, 10-ാമത്തെ മാസം, 11-ാമത്തെ മാസം, 12-ാമത്തെ മാസം, 1-ാമത്തെ മാസം, 2-ാമത്തെ മാസം, 3-ാമത്തെ മാസം. അപ്പോൾ 1, 2, 3, 4, 8 + 1 9 മാസമാണ് ഈ അസറ്റ് നമ്മുടെ കയ്യിലിരുന്നത്. നമ്മൾ പറഞ്ഞ എന്താ? ഡിപ്രിസിയേഷൻ നമ്മൾ എപ്പോഴാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? വൺസ് ഇൻ എ ഇയർ. ഇതിപ്പോൾ 1 വർഷം ആയോ? ഇല്ല, 9 മാസമേ ഈ അസറ്റ് നമ്മുടെ കയ്യിൽ വന്നിട്ട് ആയിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് വേണം ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാൻ. സോ ഡിപ്രിസിയേഷൻ്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്ത് ഉറപ്പായിട്ട് ശ്രദ്ധിക്കണം? എന്താണ് ഡേറ്റ് എന്നുള്ളത്, എന്ന് നമ്മൾ അസറ്റ് വാങ്ങി, എന്ന് നമ്മൾ നമ്മുടെ ബുക്ക് ക്ലോസ് ചെയ്യുന്നത്. ബുക്ക് ക്ലോസ് ചെയ്യുന്നത് പ്രാക്ടിക്കലി പറയുകയാണെങ്കിൽ, റിയൽ ലൈഫ് സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ 31 മാർച്ചിന് തന്നെയാണ്. ബട്ട് ചിലപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഒന്ന് കുഴപ്പിക്കാൻ വേണ്ടി 31 മാർച്ചിന് പകരം ഡിസംബർ 31 തന്നേക്കാം. അങ്ങനെയുള്ള കൺട്രീസൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്, എനിക്കറിയത്തില്ല. എന്തായിരുന്നാലും ക്വസ്റ്റ്യനിൽ എന്ത് പറഞ്ഞാലും നമുക്ക് അത് ചെയ്തേ പറ്റും, അല്ല ന്യായം പറഞ്ഞിട്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 31 മാർച്ച് 2000 എവരി ഇയർ. ഇപ്പോൾ 2020 ആണെങ്കിൽ 2020 അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുമോടാ? ആ ഒരു വർഷം ഡിപ്രിസിയേഷൻ അതേപടി പറയുന്നുണ്ട്, 10% ഓഫ് 15 ലക്ഷം ഫോർ 9 months കൊടുക്കേണ്ടി വരും. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 15 ലക്ഷം ഇൻറ്റു 10% ഇൻറ്റു 9 ഡിവൈഡഡ് ബൈ 12. ഇതിൻ്റെ ആൻസർ ആയിരിക്കും 1,12,500 എന്ന് പറയുന്നത്. 15 ലക്ഷത്തിൻ്റെ 10% 1 വർഷത്തേക്കാണെങ്കിൽ 9 മാസത്തേക്ക് എത്ര? അതാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ബാലൻസ് ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് വീഡിയോസിൽ. എങ്ങനെയാണ് ഒരു അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നത്, ആ രീതിക്ക് എന്ത് ചെയ്താൽ മതി? ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്താൽ മതി. നോക്കിയടാ, രണ്ടിൻ്റെയും എന്ത് ചെയ്യുക? ഡെബിറ്റ് സൈഡിൻ്റെയും ക്രെഡിറ്റ് സൈഡിൻ്റെയും ടോട്ടൽ എടുക്കുക. ടോട്ടലിൻ്റെ ഹയസ്റ്റ് ടോട്ടൽ 15 ലക്ഷമാണ്. അത് 2 സൈഡ് നമ്മൾ എഴുതി. ഇവിടെ നമുക്ക് ഓൾറെഡി 15 ലക്ഷം ഉണ്ട് ഡെബിറ്റ് സൈഡിൽ. ക്രെഡിറ്റ് സൈഡിൽ എത്രയേ ഉള്ളൂ? ഈ ഡിപ്രിസിയേഷൻ 1,12,500 ഉള്ളൂ. ബാക്കി എമൗണ്ടിന് നമ്മൾ എന്തായിട്ട് എഴുതി? ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ട് എഴുതി. എന്തുകൊണ്ട് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതി? ഇതൊരു അസറ്റ് ആയതുകൊണ്ട്. മെഷീനറി എന്ന് പറഞ്ഞ അസറ്റ് നമ്മളെ ബിസിനസ്സിൽ ഇനിയും നിലനിൽക്കുമെന്നുള്ളതുകൊണ്ട് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതി. ഈ ബാലൻസ് ക്യാരി ഡൗൺ, അതായത് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ അവസാനിച്ചപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഈ ബാലൻസ് ക്യാരി ഡൗൺ തൊട്ടടുത്ത വർഷം ഏപ്രിൽ 1-ാം തീയതി, തൊട്ടടുത്ത ദിവസമാണ് തൊട്ടടുത്ത വർഷം എന്ന് പറയുന്നത്,
തൊട്ടടുത്ത ദിവസം ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ബാലൻസ് ബ്രോഡ് ഡൗൺ ആയിട്ട് എഴുതും. ഇനി നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും വർഷാവസാനം വരെ നോക്കും. വർഷാവസാനം വരെ വേറെ ഒന്നും നടന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 10% ഡിപ്രിസിയേഷൻ. ഇനി അങ്ങോട്ട് 1,50,000 തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് പോവാം. ഓക്കെ, കാര്യം എന്തുകൊണ്ടാണ്? പിന്നെ അങ്ങോട്ട് 12 മാസത്തിൽ ഒരിക്കലെല്ലാം ഡിപ്രിസിയേഷൻ നോക്കത്തുള്ളൂ. ഇങ്ങനെയാണ് സ്ട്രേറ്റ് ലൈൻ മെത്തേഡിൽ ഡിപ്രിസിയേഷൻ നോക്കുന്നത്. അതിൽ ഒരു കോംപ്ലിക്കേഷൻ വരാനുള്ള സാധ്യത നമ്മളിവിടെ ഒന്ന് ഡിസ്കസ് ചെയ്തു. എന്താണ്? ഇടയ്ക്ക് വെച്ചാണ്, ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് വെച്ചാണ് ഈ സാധനം വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ എത്ര കാലം ആ വർഷം ബിസിനസ്സിൽ ഈ അസറ്റ് നിലനിന്നു അത്രയും കാലത്തേക്ക് നമ്മൾ എന്ത് കൊടുക്കത്തുള്ളൂ? ഡിപ്രിസിയേഷൻ കൊടുക്കത്തുള്ളൂ. നമുക്ക് ഒരു കാര്യം കൂടെ നോക്കാം, എങ്ങനെയാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ പിന്നെ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് കൂടെ നോക്കാം. ഇത് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഒരല്പം കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. കാര്യം ഇതിൽ പർച്ചേസും സെയിൽസും വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാര്യം മനസ്സിലാൻ വേണ്ടി ഒന്ന് കാണിച്ചു തരുന്നുണ്ടെന്നേ ഉള്ളൂ. ആരും എന്ത് ചെയ്യണ്ട, അത് കണ്ട് വലിയ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിൾ സാധനം തന്നെ, ഒന്ന് കാര്യം മനസ്സിലാക്കിയാൽ മതി. ബട്ട് ശ്രദ്ധ വേണം, ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇതിലെ തന്നേക്കുന്ന ഡീറ്റെയിൽസ് ശ്രദ്ധപൂർവ്വം കൈകാര്യം ചെയ്തില്ലെങ്കിലാണ് അബദ്ധം പറ്റുന്നത്. നമുക്കൊന്ന് നോക്കാം. വീണ്ടും എ ലിമിറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. 1 ഏപ്രിൽ 2019 അവർ 2,91,000 ചിലവാക്കി എന്ത് ചെയ്തു? ഒരു അസറ്റ് വാങ്ങി. ഈ അസറ്റ് വെറുതെ നിങ്ങളെ പ്രാന്തുടിപ്പിക്കാൻ തന്നേക്കുക 2,91,000. എന്നിട്ട് എന്താ പറഞ്ഞേക്കുന്നത്? ഇൻകേർഡ് 9,000 ഫോർ ഇൻസ്റ്റാളേഷൻ. മൊത്തത്തിൽ പറഞ്ഞാൽ 3 ലക്ഷം രൂപയുടെ അസറ്റാണ് ഇവരുടെ കയ്യിൽ ഇരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇങ്ങനെ തരുമ്പോൾ ഇൻസ്റ്റാളേഷൻ്റെ ചാർജ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അസറ്റിൻ്റെ കൂടെ അതിൻ്റെ വാല്യൂ ആഡ് ചെയ്ത് കാണിക്കണം. ഓക്കെ, ദെൻ പിന്നെ എന്താ പറയുന്നത്? 1 ഒക്ടോബർ അതാണ് അടുത്ത പരിപാടി. പർച്ചേസ് ആൻഡ് സെയിൽസ് വരുമ്പോൾ ഒരു ഇച്ചിരി കൺഫ്യൂഷൻ വരുന്നത്. ഞാൻ ക്ലാരിഫൈ ചെയ്ത് തരാം, പേടിക്കേണ്ട. 1 ഒക്ടോബർ 2019 തന്നെയാണ് വിചാരിക്കുന്നത് അല്ലേ? 2019 തന്നെ. ഏപ്രിൽ കഴിഞ്ഞ പിന്നെ ഒക്ടോബർ ഉണ്ടല്ലോ, ആ മാസം, ആ വർഷം തന്നെ 1 ലക്ഷം രൂപയുടെ അസറ്റും കൂടെ വാങ്ങി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 1 ഏപ്രിൽ, അതായത് നമ്മുടെ വർഷം തുടങ്ങുമ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് അതിൽ ഡിപ്രിസിയേഷനിൽ വലിയ കൺഫ്യൂഷൻ ഇല്ല. 3 ലക്ഷം രൂപ വരുന്ന അസറ്റ് വാങ്ങി. പിന്നെ എന്ത് ചെയ്തു? എന്നിട്ട് എന്ത് സംഭവിക്കുകയാണ്? 1 ഒക്ടോബർ 2020, അതായത് ഈ അസറ്റ് വാങ്ങി, കണ്ടോ കൺഫ്യൂഷൻ വരുത്തുന്ന രീതി നോക്കിയാണേ. രണ്ടാമതൊരു അസറ്റ് വാങ്ങിയല്ലോ, ആ അസറ്റ് വാങ്ങി ഒരു വർഷം കഴിഞ്ഞപ്പോൾ 1/4/2019 വാങ്ങിച്ച അസറ്റ് എന്ത് ചെയ്തു? 1,93,000 വിറ്റു. ശ്രദ്ധിക്കണേ പിള്ളേരെ, ഇതൊക്കെയാണ് നമുക്ക് പ്രാന്ത് പിടിപ്പിക്കുന്ന സാധനം. ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ബിസിനസ് ആദ്യം 1 ഏപ്രിൽ 2019 ഒരു അസറ്റ് വാങ്ങി. അതിൻ്റെ വില 3 ലക്ഷമാണെന്ന് നമുക്ക് മനസ്സിലായി. എന്നിട്ട് അതേ വർഷം തന്നെ 1 ഒക്ടോബറിന് എന്ത് ചെയ്യാണ്? 1 ലക്ഷം രൂപയുടെ വേറൊരു അസറ്റ് വാങ്ങുകയാണ്. എന്നിട്ട് ശ്രദ്ധിക്കുക, കൃത്യം ഒരു വർഷം കഴിഞ്ഞ് 1/10/2019 1 ലക്ഷം രൂപയുടെ അസറ്റ് വാങ്ങി. കൃത്യം ഒരു വർഷം കഴിഞ്ഞ് 1/10/2020 ആയപ്പോൾ നമ്മൾ അസറ്റ് വിറ്റു. ഏത് അസറ്റ്? കഴിഞ്ഞ വർഷം വാങ്ങിയ അസറ്റല്ല, തൊട്ടൊരു വർഷം മുമ്പ് വാങ്ങിയ അസറ്റല്ല. ആദ്യം നമ്മളൊരു അസറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആ അസറ്റ് വിൽക്കുകയാണ്. എന്നിട്ട് ആ അസറ്റ് വിറ്റ അതേ ദിവസം പിന്നെ 2 ലക്ഷം രൂപയുടെ അസറ്റ് വേറെ വാങ്ങുകയാണ്. ഇതൊക്കെ പ്രാന്താണെന്നൊക്കെ നമുക്ക് തോന്നും. ബട്ട് സ്റ്റിൽ ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കേടാ. എന്നിട്ട് പറയുന്നു, ഡിപ്രിസിയേഷൻ വാസ് പ്രൊവൈഡഡ് ഓൺ 31st March every year at 10% per annum on return down value method. You required to prepare a മിഷനറി അക്കൗണ്ട്. എങ്ങനെയായിരിക്കും ആ മിഷനറി അക്കൗണ്ട് വരുന്നത്? ഓരോ കാര്യവും നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷനിൽ ഓരോ കാര്യം നമ്മൾ എന്ത് ചെയ്യണം? മെൻഷൻ ചെയ്യണം. എങ്ങനെ ചെയ്യും നോക്കിയടാ. ഏറ്റവും ആദ്യം നമ്മൾ അസറ്റ് വാങ്ങിയതിൻ്റെ ജേണൽ എൻട്രി. മിഷനറി അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക് 2,91,000. വീണ്ടും മിഷനറി അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക്. ഇൻസ്റ്റാളേഷൻ ഉണ്ടായ ചാർജ് മിഷനറി അക്കൗണ്ടിൽ തന്നെ ഉൾപ്പെടുത്തി. എന്നിട്ട് എന്ത് ചെയ്യാണ്? ഒക്ടോബർ 1 ആയപ്പോൾ, പിന്നെ അടുത്ത് നടക്കുന്ന 1 ഏപ്രിൽ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ട്രാൻസാക്ഷൻ എന്നാണ് നടക്കുന്നത്? മിഷനറി ആയിട്ട് ബന്ധപ്പെട്ട 1 ഒക്ടോബർ 2019 നമ്മൾ 1 ലക്ഷം രൂപ വരെയുള്ള പുതിയ അസറ്റ് വാങ്ങി. പിന്നെ മിഷനറി അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് 1 ലക്ഷം. പിന്നെ ആ വർഷം വേറെ എൻട്രി ഒന്നുമില്ല. വർഷാവസാനം ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. 10% റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. നമ്മുടെ കയ്യിൽ എത്ര അസറ്റ് ഉണ്ട്? ഇപ്പോൾ 2 അസറ്റ് ഉണ്ട് ഇല്ലേ? ആദ്യത്തെ അസറ്റിൻ്റെ വില എത്ര? 3 ലക്ഷം. വർഷം തുടങ്ങിയപ്പോൾ തന്നെയാണ് നമ്മൾ ആ അസറ്റ് വാങ്ങിയത്. അപ്പോൾ 3 ലക്ഷത്തിൻ്റെ 10% എന്ന് പറയുമ്പോൾ 30,000 രൂപയാണ് ഡിപ്രിസിയേഷൻ വരേണ്ടേ. പിന്നെ നോക്കിയടാ, 1 ഒക്ടോബറിന് നമ്മൾ 1 ലക്ഷം രൂപയുടെ അസറ്റ് വാങ്ങിയില്ലേ? ഈ 1 ലക്ഷം രൂപയുടെ അസറ്റ് വാങ്ങിച്ചിട്ട് എത്ര കാലമായി നോക്കി? 31 മാർച്ചിൽ നമ്മൾ ബുക്ക് ക്ലോസ് ചെയ്തു. അപ്പോൾ അതായത് ഒക്ടോബർ ഒരു മാസം ഫുള്ളി അസറ്റ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. നവംബർ ഉണ്ടായിരുന്നു, ഡിസംബർ ഉണ്ടായിരുന്നു. 1-ാമത്തെ മാസം, 2-ാമത്തെ മാസം, 3-ാമത്തെ മാസം
അതായത് മൊത്തവും 6 മാസം, ഒരു വർഷത്തിൽ 6 മാസം നമ്മുടെ കയ്യിൽ ഈ അസറ്റ് ഉണ്ടായിരുന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു വർഷത്തിൻ്റെ പകുതി 1/2 എന്തുണ്ടായിരുന്നു, ഈ അസറ്റ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ എങ്ങനെയാണ് ഈ 1 ലക്ഷം രൂപയുടെ അസറ്റിൻ്റെ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ശ്രദ്ധിക്കുക, നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഡേറ്റിൻ്റെ പ്രത്യേകതയാണ്. ഒരു വർഷത്തേക്കാണ് നമ്മൾ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ അസറ്റ് നമ്മുടെ ബിസിനസ്സിലേക്ക് വന്നിട്ട് എന്തായിട്ടില്ല, ഒരു വർഷം ആയിട്ടില്ല, 6 മാസമേ ആയിട്ടുള്ളൂ. ഒരു വർഷമായിരുന്നെങ്കിൽ ഇതിൻ്റെ 10% 10,000 നമ്മൾ എന്തായിട്ട് എടുത്തെങ്കിൽ, ഡിപ്രിസിയേഷനായിട്ട് എടുത്തെങ്കിൽ ഒരു വർഷത്തിൻ്റെ പകുതിയായിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്താണ് ഇതിൻ്റെ പകുതി 5,000-നെ നമ്മൾ എന്തായിട്ട് എടുക്കുകയാണ്, ഡിപ്രിസിയേഷനായിട്ട് എടുക്കുകയാണ്. അപ്പോൾ നോക്കിയടാ, ടോട്ടൽ ഡിപ്രിസിയേഷൻ 35,000. നമ്മൾ 1 ഏപ്രിൽ വാങ്ങിച്ച അസറ്റിൻ്റെ 30,000 പ്ലസ് ഒക്ടോബർ 1-ാം തീയതി വാങ്ങിച്ച അസറ്റിൻ്റെ 5,000, 35,000ആണ് നമ്മൾ ഡിപ്രിസിയേഷനായിട്ട് ചാർജ് ചെയ്യുന്നത്. ആ വർഷം വേറെ ട്രാൻസാക്ഷൻസ് ഒന്നുമില്ല. നമ്മുടെ ബാലൻസിങ് പരിപാടി, ഡെബിറ്റിൻ്റെ ടോട്ടൽ എടുക്കുന്നു, ക്രെഡിറ്റിൻ്റെ ടോട്ടൽ എടുക്കുന്നു, ഹയ്യസ്റ്റ് ടോട്ടലായ 4 ലക്ഷം ഏതോ ആയിക്കോട്ടെ താഴെ എഴുതുന്നു. ബാലൻസ് എഴുതേണ്ട സ്ഥലത്ത് എഴുതി ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യുന്നു. തൊട്ടടുത്ത വർഷം നമ്മൾ എന്ത് ചെയ്യാണ്, ബാലൻസ് ബ്രോഡ് ഡൗൺ ചെയ്യുകയാണ്. കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ക്യാരി ഡൗൺ ആണ്. തൊട്ടടുത്ത വർഷമായ, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ തൊട്ടടുത്ത ദിവസമായ ഏപ്രിൽ 1-ാം തീയതിയുടെ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു, ഒക്ടോബർ 1-ാം തീയതി നമ്മൾ അസറ്റ് വിൽക്കാൻ പോകുന്നു. അസറ്റ് വിൽക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കിയടാ, നമ്മൾ ആദ്യം ഒരു ഡിപ്രിസിയേഷൻ എഴുതുന്നു, രണ്ടാമത് പിന്നെ അടുത്ത ഡിപ്രിസിയേഷൻ എഴുതുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് നമുക്ക് നോക്കാം. ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കുകയാണ്. ശ്രദ്ധിക്കേണ്ട ഒരു പരിപാടി അതാണ്. ഓക്കെ, നമ്മൾ നിലവിൽ വിൽക്കാൻ പോകുന്ന അസറ്റിൻ്റെ വില 3 ലക്ഷം രൂപയാണ് അല്ലേ. 3 ലക്ഷം രൂപയുടെ അസറ്റാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നിലവിൽ വിൽക്കാൻ പോകുന്നത്. ഈ അസറ്റ് വാങ്ങിയിട്ട് എന്നാ വാങ്ങിച്ചത്, 1/4/2019. ഈ അസറ്റ് വാങ്ങിച്ചിട്ട് 1/4/2020 ആകുമ്പോഴത്തേക്കും ഒരു വർഷം തികയും. ഒരു വർഷം തികയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വർഷം തികയുമ്പോഴല്ല, എപ്പോഴും ഇയർ എൻഡിലാണ് കുറയ്ക്കുന്നത്. ഓക്കെ, നമ്മൾ ഇയർ എൻഡിൽ എന്ത് കുറയ്ക്കുന്നു, 30,000 രൂപ അതിൻ്റെ ഡിപ്രിസിയേഷൻ കുറയ്ക്കുന്നു. ഇനി അതിൻ്റെ പുതിയ വില എത്രയേ ഉള്ളൂ, 2,70,000 ഉള്ളൂ. 30,000 ഡിപ്രിസിയേഷൻ പോയി. എന്നിട്ട് ഈ അസറ്റ് നമ്മൾ എന്നാ വിൽക്കാൻ പോകുന്നത്, 1/10/2020 വിൽക്കാൻ പോകുന്നത്. അതായത് ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ടില്ല. ഒരു വർഷം കംപ്ലീറ്റ് ആയില്ല. അപ്പോൾ എത്ര മാസം കംപ്ലീറ്റ് ആയെന്ന് നോക്കണം നമ്മൾ. 1/4 കഴിഞ്ഞിട്ട്, അപ്പോൾ 4-ാമത്തെ ഒരു ഫുൾ മന്ത് അതുണ്ടായിരുന്നു. 5-ാമത്തെ മാസം 6, 7, 8, 9, 10-ാമത്തെ മാസമില്ല. 10-ാമത്തെ മാസം 1-ാം തീയതി വിൽക്കുകയാണ്. അപ്പോൾ 3 3 6, നേരെ പകുതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനേ പറ്റൂ, നേരത്തെ കുറച്ച പോലെ കൃത്യം 10% എന്ത് കുറയ്ക്കാൻ പറ്റത്തില്ല, ഡിപ്രിസിയേഷനായിട്ട് കുറയ്ക്കാൻ പറ്റത്തില്ല. 6 മാസമേ ഉള്ളൂ, ഒരു വർഷത്തിൻ്റെ പകുതിയേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, 27-ൻ്റെ 10% 27,000 അല്ലേ. 27,000-ൻ്റെ പകുതി എടുക്കണം. അതാണ് 13,500. ഇപ്പം മനസ്സിലായോ ആ 13,500 എവിടെ നിന്ന് വന്നതെന്ന്? ബാക്കി നമുക്ക് അവിടെ തന്നെ നോക്കാം. അപ്പോൾ ഈ 13,500 രൂപ നമ്മളിപ്പോൾ എടുത്തതിൻ്റെ കാര്യം എന്താ, വർഷം അവസാനിക്കുമ്പോൾ എടുക്കേണ്ട ആവശ്യം എന്തായിരുന്നു, ഒക്ടോബർ 1-ാം തീയതി ഈ അസറ്റ് വിൽക്കാൻ പോവുകയാണ്. വിൽക്കുമ്പോൾ നമുക്ക് എന്തറിയണം, വിറ്റ് നമുക്ക് ലാഭമാണോ നഷ്ടമാണോ കിട്ടുന്നതെന്ന് അറിയണം അല്ലേ. നോക്കിയടാ, ഓക്കെ, നമുക്ക് വീണ്ടും അങ്ങോട്ട് ഇതിനൊക്കെ പോവാം. 13,500 രൂപ. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ 1/10/2020 ആകുമ്പോൾ നമ്മുടെ ഒരു കാഴ്ചപ്പാട്, നമ്മൾ ഇത്രയും കാലം എന്ത് ഉപയോഗിച്ച് കഴിഞ്ഞു എന്നുള്ളത് നോക്കുമ്പോൾ ഈ അസറ്റിന് എന്ത് വിലയുണ്ടെന്ന് നമ്മൾ അറിയണ്ടേ. നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നോക്കുന്നത്. അതായത് 3 ലക്ഷം രൂപ വിലയുണ്ടായിരുന്ന അസറ്റ്, ഓക്കെ, 3 ലക്ഷം രൂപ വിലയുണ്ടായിരുന്ന അസറ്റിന് ഒരു വർഷം നമ്മൾ ഉപയോഗിച്ചപ്പോൾ 30,000 രൂപയുടെ നഷ്ടമുണ്ടായി, അല്ലെങ്കിൽ 30,000 രൂപയുടെ വിലയിൽ ഇടിവുണ്ടായി. പിന്നെ ഒരു 1/10/2020 ഉപയോഗിക്കുമ്പോൾ പിന്നെ ഒരു 13,500 രൂപയുടെ വിലയിൽ എന്തുണ്ടായി, ഇടിവുണ്ടായി. അപ്പോൾ 3 ലക്ഷം മൈനസ് 43,500, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടാണ് 43,500 3 ലക്ഷത്തിന് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും, ഒന്ന് കാൽക്കുലേറ്റർ നോക്കിയിടാം. ആൻസർ നിങ്ങൾക്ക് ഒരു 2,56,000, ഓക്കെ, 2,56,500. അതായത് നിങ്ങൾ ഇത്രയും കാലം ഉപയോഗിച്ചത് കൊണ്ട് അസറ്റിന് എന്തുമാത്രം കേടുപാട് സംഭവിച്ചു എന്നതിനെ നിങ്ങൾ മോണിറ്ററിൽ കാണിക്കുകയാണ്, പണത്തിൻ്റെ മൂല്യത്തിൽ കാണിക്കുകയാണ് ആ ഉണ്ടായ നഷ്ടം കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ അസറ്റിൻ്റെ വില. ഇനി നോക്കിയടാ, നിങ്ങൾ എത്ര രൂപയ്ക്ക് അസറ്റ് വിറ്റ്, 1,93,000 രൂപ.
2,56,500 രൂപ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ വിലയുള്ള സാധനമാണ്. നിങ്ങൾ എത്ര രൂപയ്ക്ക് വിൽക്കാൻ പോകുന്നത്? 1,93,000 രൂപയ്ക്ക് വിൽക്കാൻ പോകുന്നത്. അതിനർത്ഥം ഈ ഡിഫറൻസ് നിങ്ങളുടെ എന്താണ്? ഒരു സംശയവും വേണ്ട, ലോസാണ് അല്ലേ? നിങ്ങൾക്കുണ്ടായ നഷ്ടമല്ലേ ഈ ഒരു തുകയെന്ന് പറയുന്നത്. കാര്യം എന്താ? നിങ്ങളുടെ കാഴ്ചപ്പാടിൽ 2,56,500 രൂപ വിലയുണ്ട്. പക്ഷേ നിങ്ങൾ വിറ്റ് എത്ര രൂപയ്ക്ക്? 1,93,000 രൂപയ്ക്ക്. അപ്പോൾ അത്രയും ഡിഫറൻസ് എന്താണ്? നിങ്ങളുടെ നഷ്ടം തന്നെയാണ്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ ജേർണൽ എൻട്രി വന്നിട്ടുള്ളത്. ലെഡ്ജർ ബുക്കിൽ എന്തൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു, മെഷീനറി അക്കൗണ്ടിൽ എന്തൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ നോക്കാം. ഇവിടെ നോക്കിയേ, 13,500 രൂപ നിങ്ങൾ വിറ്റ മെഷീൻ്റെ ഡിപ്രിസിയേഷൻ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു? വിൽക്കുന്ന ദിവസം. എന്നിട്ട് വിറ്റപ്പോൾ കിട്ടിയ പൈസ നോക്കിയിടാ. നമ്മൾ മെഷീൻ വാങ്ങിയപ്പോൾ മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്ന് പറഞ്ഞു. മെഷീൻ വിൽക്കുമ്പോൾ എന്തായിരിക്കും? നേരെ തിരിച്ചാണ്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറിയാണ്. അപ്പോൾ 1,93,500 ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, നിങ്ങൾക്കുണ്ടായ നഷ്ടം, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ലോസായിട്ട് ഇവിടെ തന്നെ കാണിക്കുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നമ്മുടെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു. എന്തുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു നോക്കിയടാ. നിങ്ങൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറിയാലോ. P&L അക്കൗണ്ട് ഡെറ്റർ ടു എന്ത് വരണം? മെഷീനറി വരണം. എന്നാലേ ആ ലോസ് എവിടെ വരത്തുള്ളൂ? P&L അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരത്തുള്ളൂ. നമ്മൾ ലോസ് എല്ലാം ഡെബിറ്റ് സൈഡിലല്ലേ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ഇവിടെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഇൻ മെഷീനറി അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, ദെൻ അവസാനം എന്ത് ചെയ്യുന്നു? ഇപ്പം നിലവിൽ ബാക്കിയുള്ള അസറ്റുകൾ വാല്യൂ നോക്കിയിട്ട് അതിൻ്റെയും 10% ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. സാധാ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? അക്കൗണ്ടിനെ ക്ലോസ് ചെയ്യുന്നു. ഇതാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ എന്ത് ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്ന രീതി. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് മാത്രമല്ല, പർച്ചേസും സെയിൽസും കൂടെ കയറി വന്നാൽ അത്യാവശ്യം കോംപ്ലിക്കേഷൻ ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. റിപ്പീറ്റ് ചെയ്ത് കാണുക. സ്റ്റിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, നമ്മൾ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് സീരിയസ് ആയിട്ട് എടുക്കുക. ഡേറ്റ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഒരു അല്പം ലോജിക്കും കൂടെ ഉണ്ടെങ്കിൽ ചെയ്ത് പോകുക എന്നുള്ളതേ ഉള്ളൂ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഓൾ.